എൻ്റെ ഒരു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ സ്വന്തം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ സാറ്റർഡേ എപ്പോഴും എൻ്റെ റെസ്റ്റോറൻറ്റിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് അത് തന്നെയാണ്. എൻ്റെ റെസ്റ്റോറൻറ്റിലെ ഒരു ഡേ എങ്ങനെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. സ്വിഗ്ഗി സൊമാറ്റോയിലെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ചേച്ചി പാക്ക് ചെയ്യുന്നത്. എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വേറെ ഒന്നുമല്ല, ഫിഷ് തവ പൊതിച്ചോറ്. ഒരു സാധാ മീൽസിന്റെ ഒപ്പം തന്നെ ഒരു ഫിഷ് ഫ്രൈ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഇതിന്റെ ഒപ്പം തന്നെ സാമ്പാറും ഫിഷ് കറിയും ഒരു പപ്പടവും കൂടി വരുന്ന ഉഗ്ര കോമ്പിനേഷൻ ആണ് നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ തവ ഫ്രൈ, കരിമീൻ തവ ഫ്രൈ, മറ്റ തവ ഫ്രൈ, അങ്ങനെ ഒരുപാട് ഫിഷ് ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന എന്ത് ബിസിനസ് ആയിക്കോട്ടെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രതീക്ഷയോടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടീവ്. ഞാൻ ഈ ട്രൈ ചെയ്യുന്ന ഐറ്റം ഉണ്ടല്ലോ, അതാണ് ചെമ്മീൻ തവ ഫ്രൈ. കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റം ആണ് കേട്ടോ അത്. പൊള്ളിച്ചതും അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. നമ്മുടെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് നിങ്ങൾക്ക് അറിയണ്ടേ? കാക്കനാട് വാട്ടർ മെട്രോയുടെ അടുത്തായിട്ട് വരും. അല്ലാതാണെങ്കിൽ ഇൻഫോ പാർക്ക് സൗത്ത് ഈസ്റ്റ് ആണ് 30 മീറ്റർ ഫ്രണ്ടിലേ വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കാണാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ വഴി എന്തായാലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യും. അപ്പൊ ഏകദേശം ക്ലോസിംഗ് ടൈം ആയി. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു, അവിടെ സ്റ്റാഫ് എല്ലാവരും ഫുഡ് കഴിച്ചു. നമ്മളിനി പതിയെ നമ്മൾ ഓരോരോ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ അതൊന്ന് പതിയെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ അത് കാണിച്ചു തരാം. നല്ലൊരു സൺസെറ്റ് ഒക്കെ ആസ്വദിച്ച് ഞാനും എൻ്റെ കൂട്ടുകൂടി ഫിഷ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിട്ടോ. വലിയൊരു ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ഫ്രഷ് ഫിഷ് കിട്ടുന്നത് ഈ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ പർച്ചേസ് ആയിട്ട് ഇറങ്ങും. ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട്, അവിടെ ഓരോ ഡീലേഴ്സ് ഉണ്ട്. നമ്മൾ ഫ്രഷ് എന്താണോ അത് എവിടെയാണോ കിട്ടുക അല്ലെങ്കിൽ എവിടെയായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അവിടെ നിന്നായിരിക്കും നമ്മൾ എടുക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഈ നിൽക്കുന്ന ഈ ചേട്ടനായാലും തൊട്ടപ്പുറത്തേക്കുന്ന ഒരു ഇക്കയായാലും ഭയങ്കര കമ്പനിയാട്ടോ നമ്മളായിട്ട്. അപ്പൊ ഇന്നത്തെ പർച്ചേസ് ഏകദേശം തീർന്നു കേട്ടോ. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവശതയായി കഴിയുമ്പോഴത്തേക്കും ഒരു ചായ എപ്പോഴും പോയി കുടിക്കാറുണ്ട്. തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട്, അവിടെ നിന്ന് പോയി ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തോടെ ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.